ഹായ് ഗൈസ്, പത്തനംമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ അനാമികയ്ക്കാണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ആകെ മൊത്തം എങ്ങനെയാണ് അനന്തപുരിയിലെ സ്വത്തുകൾ അടിച്ചു മാറ്റുകയെന്ന് മാത്രമായിട്ടുണ്ട് ഇപ്പോൾ ചിന്ത. അനിയും നന്ദുവും തമ്മിൽ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിലും അനാമികയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. അനിയെ ഡിവോഴ്സ് ചെയ്തിട്ടാണെങ്കിലും അനന്തപുരിയിൽ നിന്ന് ഒരു 100 കോടി രൂപയെങ്കിലും അടിച്ചു മാറ്റണം എന്ന ഒറ്റ ചിന്തയുള്ളൂ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമികയുടെ ചില കള്ളത്തരങ്ങളൊക്കെ ദേവയാനി കയ്യോടെ പൊക്കുന്നത്. അത് ഭയങ്കര വിഷയമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം അനാമികയ്ക്കെതിരെ കേസ് കൊടുത്ത് അനാമികയെ ജയിലിലാക്കുകയാണ് കേട്ടോ നമ്മുടെ നയന. അങ്ങനെ കേസൊക്കെ അനന്തപുരിക്കാർ വിജയിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അനിയും നന്ദുവും തമ്മിൽ വിവാഹിതരാകുകയാണ്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമിക നന്ദുവിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നന്ദു ട്രെയിനിങ്ങിന് പോവുകയാണ്. നന്ദു ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തും നന്ദുവും അനിയും തമ്മിൽ ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അനാമിക ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്ക് ഇതൊക്കെ കാണുമ്പം അത്ര ഒങ്ങ് പിടിക്കാതെ വന്നിട്ട് അനിയോട് ബഹളം വയ്ക്കുന്നുണ്ട്. എടാ, ആ നന്ദു പോയിട്ടും നിനക്ക് എപ്പോഴും അവളെ വിളിക്കാനും മെസ്സേജ് ഇടാനും ഒക്കെ നേരമുള്ളൂ. നിൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അനി പറയാണ്, അതിന് നിനക്കെന്താ സംശയം? നിൻ്റെ മനസ്സിൽ ഞാനുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നീ എന്നോടിങ്ങനെ തർക്കിക്കാൻ വരുന്നത്? എൻ്റെ മനസ്സിൽ നന്ദുവാ ഉള്ളതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായല്ലോ. എനിക്ക് വിശ്വാസമൊക്കെ ആയി. പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ ഓർക്കണ്ട. നീ എന്നെ വെറുതെ വിടണ്ട. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നു, ഡിവോഴ്സ് അയക്കുമെന്ന്. ഡിവോഴ്സ് തരാൻ ഞാൻ തയ്യാറാണെന്ന്. അങ്ങനെ വെറുതെ ഒന്നും പോകാൻ ഞാൻ നിൽക്കുന്നില്ല. എനിക്ക് ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ വേണം. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിന്നെ ഒരു കുറച്ചെങ്കിലും സ്നേഹിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തീർത്ത് പറയാൻ പറ്റും, എനിക്ക് നിന്നോട് വെറുപ്പാണ്. ഈ സ്വത്തുക്കൾ മാത്രമാണ് ഞാൻ കാണുന്നുള്ളൂ, നിന്നെ ഞാൻ കാണുന്നേയില്ല. പിന്നെ ഒരു കാര്യമുണ്ടാ, നീയും നന്ദുവും കൂടി സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊന്നും നീ ഓർക്കണ്ട. എനിക്ക് ഡിവോഴ്സ് തന്ന് ഇവിടുത്തെ സ്വത്തുക്കളിൽ നിന്ന് വിട്ടാലും നീയും നന്ദുവും കൂടി ഒറ്റ ദിവസം പോലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പോകുന്നില്ല. അതിന് ഈ അനാമിക അനുവദിക്കുകയില്ല എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, നിനക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതിനുശേഷം അനാമികയ്ക്ക് അങ്ങ് വെപ്രാളാവുകയാണ് കേട്ടോ. അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുകയും ചെയ്യാണ്. അനിക്കാണെങ്കിൽ ഊണിലും ഉറക്കത്തിലും ഒക്കെ നന്ദുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു ആണെങ്കിലും ട്രെയിനിങ് ക്യാമ്പിൽ അനിയെ ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ നന്ദു അനിയെ വിളിക്കും. കാരണം അനി പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ആകുമ്പോഴൊക്കെ എന്നെ വിളിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ താളം തന്നെ തെറ്റിപ്പോവും. ഞാൻ ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ പോകാം. അതുപോലൊരു പ്രശ്നത്തിന് നടുവിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് നിന്നോട് സംസാരിക്കുന്ന ഈ കുറച്ച് സമയം അത് മാത്രമാണ് എനിക്കൊരു ആശ്വാസം. അതുകൊണ്ട് ഇടയ്ക്ക് എന്നെ വിളിക്കാതിരിക്കരുത്, എൻ്റെ കോള് കണ്ടാൽ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത് എന്നൊക്കെ അനി പറഞ്ഞു. അത് ഓർക്കുമ്പം നന്ദുവിനാണെങ്കിലും വിഷമമാണ് കേട്ടോ. അനി പല പ്രാവശ്യം വിളിക്കുമ്പോഴും നന്ദു ആലോചിക്കും എടുക്കണ്ടെന്ന്. പക്ഷേ അതിനുശേഷം നന്ദു വിചാരിക്കും, ഇനി എന്തെങ്കിലും കൊണ്ട് അനി ആത്മഹത്യക്ക് ശ്രമിച്ചാലോ, എന്തെങ്കിലും ചെയ്താലോ. അവിടെയാണെങ്കിലും ഭയങ്കര പ്രശ്നമാണ്. അനാമികയും അനിയും തമ്മിൽ ഒരു ചർച്ചയില്ല, എപ്പോഴും വഴക്കാണ്. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ടെൻഷനായി ഞാൻ കൂടി ഫോൺ എടുക്കാതെ അനി വല്ല കടുങ്കയും ചെയ്താലോ എന്നൊക്കെ ഓർത്തിട്ട് നന്ദുവിൻ്റെ മനസ്സിങ്ങനെ പെടയാണ് കേട്ടോ. നന്ദു അങ്ങനെ അനിയുടെ ഫോൺ എപ്പോഴും എടുക്കാൻ തുടങ്ങുകയാണ്. അവർ തമ്മിലുള്ള വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം അനി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. രാത്രിയിൽ അനി നന്ദുവിനെ വിളിക്കുകയാണ്. അപ്പം നന്ദു കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് അനിയോട് പറയാം, എന്താ അനി ഈ സമയത്തൊക്കെ വിളിക്കുന്നത്? ഈ സമയത്തൊക്കെ ഇവിടെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ ഒരുപാട് പേരുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. നന്ദു, നീ എന്നെ അവോയ്ഡ് ചെയ്യരുത്. നീ കുറച്ച് മാറിയിരുന്ന് എന്നോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കേ. എനിക്ക് കിടന്നിട്ടാണെ ഉറക്കം വരുന്നില്ല. അനാമികയാണെങ്കിൽ ചെയ്തു കൂട്ടുന്നതിനൊന്നും കയ്യും കണക്കുമില്ല. ഇപ്പോൾ അവളൊരു ഭ്രാന്തിയെപ്പോലെ ഇവിടെ പെരുമാറുന്നത്. നയനേച്ചിയോടും എല്ലാവരോടും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അതെല്ലാം ഓർക്കുമ്പം, അവളുടെ വായിൽ നിന്ന വർത്തമാനങ്ങളൊക്കെ ഓർക്കുമ്പം എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. നിന്നോട് കുറച്ച് സമയം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാ എന്നൊക്കെ പറയാം.
അപ്പം നന്ദു ഇങ്ങനെ അനിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. നീ അങ്ങനൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നന്ദുവിനോട് അനി പറയാണ്, നന്ദു നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ, ഞാനൊന്നത് കേട്ട് ഉറങ്ങട്ടെ എന്ന്. അപ്പം നന്ദു പറയാം, ഞാൻ പാട്ടുകാരിയൊന്നും അല്ലല്ലോ, നിനക്കറിയാമല്ലോ ഞാൻ പാട്ട് പാടാറുണ്ടോ, പിന്നെ ഞാൻ ഫോണിൽ കൂടെ നിനക്ക് എന്ത് പാട്ട് പാടിത്തരാനാ. അപ്പോൾ അനി പറയേ, എന്ത് പാട്ടായാലും വേണ്ടില്ല നന്ദു, നിന്റെ ശബ്ദം കുറച്ചു നേരം കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ നന്ദു ഒരു പാട്ടൊക്കെ ഫോണിൽ കൂടെ അനിക്ക് പാടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും അനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അനി ഇങ്ങനെ റിസീവർ ചെവിയിൽ വെച്ചിട്ട് കിടന്നിങ്ങനെ മയങ്ങുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമിക നോക്കുമ്പം അനി ഫോൺ ഇങ്ങനെ ചെവി വെച്ച് മയങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ അനാമിക ഓർക്കും, ഇവനെന്താ ചിരിച്ചുകൊണ്ടിങ്ങനെ മയങ്ങിക്കിടക്കുന്നത്, ഇവനെ ഇത് ആരാ വിളിക്കുന്നേ, അവളായിരിക്കും ആ നന്ദു എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് അനാമിക ചെവിയിലേക്ക് വെക്കുകയാണ്. അപ്പോഴാണ് കേൾക്കുന്നത് നന്ദുവിൻ്റെ പാട്ട്. അപ്പം ഇനിയൊന്നും വേണ്ട, അനാമിക പറയാണ്, എടി നിർത്തടി, നാണമില്ലടി നിനക്ക്, പാതിരാക്കി പാട്ട് പാടിക്കൊടുക്കുന്നവൾ ഒരുത്തനെ ഉറക്കാനായിട്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള പരിപാടിയല്ലേ, നിനക്ക് നാണമില്ലേ, മറ്റൊരാളുടെ ഭർത്താവല്ലേ അവൻ, അവനെ വിളിച്ച് രാത്രിയിൽ പാട്ട് പാടിക്കൊടുക്കുന്നു, ഇത്രയ്ക്ക് മോശ സ്വഭാവമായിരുന്നു നിൻ്റേതല്ലേ എന്നൊക്കെ ചോദിച്ച് നന്ദുവിനോട് ദേഷ്യപ്പെടുമ്പം നന്ദു പറയാണ് പെട്ടെന്ന്, അയ്യോ ഞാൻ അനി അത് പറഞ്ഞപ്പം എന്ന് പറഞ്ഞ് നന്ദു അത് ഫോണങ്ങ് കട്ട് ചെയ്യുക. പിന്നെ അനാമിക ചാടി അനിയുടെ നേരെ വരിക. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്തിനാ നീ ഇപ്പം എനിക്ക് വന്ന ഫോൺ എടുത്തത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഫോൺ നീ എന്തിനാ എടുത്തതെന്ന്, നീ സംസാരിക്കല്ലായിരുന്നല്ലോ, നീ അവളുടെ പാട്ട് കേട്ട് മയങ്ങല്ലായിരുന്നോ, നീ മയങ്ങി മയങ്ങി ഈ വിധത്തിലായി, ഈ രീതിയിൽ നിൻ്റെ കൂടെ ഭാര്യയായിട്ട് ഞാൻ ഉള്ളപ്പോൾ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ എനിക്ക് തരുന്ന സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം. അനി ഇനി ഒരു നിമിഷം പോലും ഇങ്ങനെയൊന്നും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ എനിക്ക് ഡിവോഴ്സ് തരാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല, നീ ഈ സ്വത്തുക്കളുടെ വീതം വെച്ച് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അങ്ങ് പോകാം. അപ്പോഴേക്കും അനി പറയാണ്, അതൊന്നും നീ ആഗ്രഹിക്കേണ്ട അനാമികയെ, നീ വിചാരിക്കുന്ന പോലെ ഈ അനന്തപുരിയിലെ സ്വത്ത് കണ്ടവർക്കൊന്നും വെറുതെ കൊടുക്കാനുള്ളതല്ല. എന്തിൻ്റെയോ പേര് സ്വത്ത് മോഹിച്ച് നിന്റെ കഴുത്തിൽ ഒരു താലി ഞാൻ കെട്ടി, അതിൻ്റെ പേരിൽ ഈ അനന്തപുരിയിലെ സ്വത്തുക്കളുടെ വീതമൊന്നും നിനക്ക് തരാൻ പറ്റില്ല. അങ്ങനെയുണ്ടെങ്കിൽ നീ നിയമപരമായിട്ട് പോയി നീങ്ങ അനാമികയെ, അല്ലാതെ ഇവിടെ നിനക്ക് ഒരു സ്വത്തും എൻ്റെ കൈ കൊണ്ട് ഞാൻ തരില്ല, നിന്നെ ഒന്ന് വിവാഹം കഴിച്ചെന്ന പേരിൽ. ആ ദേഷ്യത്തിന് അനാമിക നേരെ പോയിട്ട് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് അനാമികയുടെ ഒരു ഫ്രണ്ടുണ്ട്, അനാമികയുടെ ഒരു പഴയ കാമുകൻ, അവനെ വിളിക്കുകയാണ്. വിളിക്കുമ്പം അവൻ ഫോൺ എടുത്ത് ചോദിക്കുക, എന്താ അനാമിക നീ വിളിച്ചതിപ്പോൾ, എന്താ കാര്യം, ഞാൻ നിന്നോട് കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞില്ലേ അനിയുടെ കാര്യം, അവൻ ആ നന്ദുവിനെ ഏത് സമയം വിളിക്കുകയും ഏത് സമയം സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അവൻ്റെ കൂടെ ഒരുമിച്ച് ജീവിച്ച് പോകാൻ പറ്റില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. അപ്പം അവൻ പറയാണ്, അന്ന് നീ എന്നോട് അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, നമ്മൾ തമ്മിലുള്ള വിവാഹം വരെ ഉറപ്പിച്ചതാ, എന്നിട്ട് നീ അവനിയെ കണ്ടപ്പം അവൻ്റെ അടുത്തേക്ക് ചാടിപ്പോയി, നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക അനാമികയെ. അപ്പോൾ അനാമിക പറയാണ്, നീ എന്നെ വിശ്വസിക്കണം, നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതൊന്നും വെറും വാക്കല്ല. പിന്നെ അനിയുടെ സ്വത്ത്, ഈ അനന്തപുരിയിലെ സ്വത്ത്, അതുമാത്രം കണ്ടുകൊണ്ടാണ് ഞാൻ അവനെ വിവാഹം കഴിച്ചത്. അത് എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഞാൻ പോയത്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാൻ വേറൊരു മാർഗവും ഞാൻ കാണാത്തത് കൊണ്ടാണ് അനിയുടെ ഭാര്യയായത്, അല്ലാതെ നിന്നെ ഞാൻ ചതിച്ചതൊന്നുമല്ല. അപ്പോൾ അവൻ പറയാണ്, ഞാനെങ്ങനെ നിന്നെ വിശ്വസിക്കും, ഇനിയും നീ വേറൊരാളെ കാണുമ്പോൾ ചാടിപ്പോവില്ലാന്ന്. ഇനി എന്ത് ചാടിപ്പോവാനാ, ഞാനിപ്പം അനിയുടെ ഭാര്യയാണ്, ഇനിയിപ്പോൾ ഇവിടുന്ന് ഡിവോഴ്സായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് എൻ്റെ പേരിലേക്ക് വരാൻ പോകുന്നത്. ആ സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യ വിട്ട് എവിടെയെങ്കിലും പോയിട്ട് മലേഷ്യയിലോ മറ്റെവിടെയോ പോയി ജീവിക്കാം, നമുക്ക് സുഖമായിട്ട് ജീവിക്കണ്ടേ, നിനക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങണ്ടേ, അതിനുള്ള പണം കിട്ടണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ കടിച്ചു തൂങ്ങി ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് നിൽക്കുന്നത്, എനിക്ക് വേണ്ടി മാത്രമല്ല നിനക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ പറയാണ്, ആണോ, ശരി, അത് നേരാ, പണം ഇല്ലാതെ പറ്റില്ല അനാമികയെ, അതിന് നീ ചില കളികളൊക്കെ നടത്തണം. പക്ഷേ അനി നിനക്ക് സ്വത്തിൻ്റെ വീതമൊക്കെ തരുമോ, നിനക്ക് കിട്ടുമോ, നീ അർഹിക്കുന്നതാണോ അത്. അപ്പോൾ അനാമിക പറയാണ്, അർഹിക്കുന്നതാണോ അല്ലയോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഈ സ്വത്തുക്കൾ മോഹിച്ച് തന്നെയാണ് ഞാൻ വന്നത്, അനന്തപുരിയെ സുഖമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുക. ഇനിയിപ്പം ഈ സ്വത്തുക്കൾ മാത്രമേ ഉള്ളൂ, അവൻ്റെ മനസ്സിൽ മുഴുവൻ ആ നന്ദുവാ, പിന്നെ ഞാനെന്തിനാ അവനായിട്ട് കാത്തിരിക്കണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരിയാ, നമുക്ക് തമ്മിൽ ഒരു ജീവിതം തുടങ്ങാം, നമ്മുടെ ജീവിതം വീണ്ടും ഞാൻ സ്വപ്നം കണ്ട് തുടങ്ങുകയാണ് അനാമികയെ, നീ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സ് മുഴുവൻ നീയാ എന്ന് പറയുമ്പം അനാമിക പറയാണ്, അതൊക്കെ ശരിയാ, പക്ഷേ നീ ചില കാര്യങ്ങൾക്ക് എനിക്ക് കൂട്ടു നിൽക്കണം,
എനിക്കൊരാൾ സപ്പോർട്ട് വേണം. അച്ഛൻ്റെയും അമ്മയുടെയും സപ്പോർട്ട് മാത്രം പോരാ. അച്ഛൻ ചെന്ന് ഒപ്പിക്കുന്നത് മുഴുവൻ അപകടത്തിലാണ് പെടുന്നത്. അത് തന്നെയല്ല, ഇപ്പം തന്നെ അച്ഛൻ്റെ പേരിൽ ഒരുപാട് കേസുകളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിൻ്റെ ഒരു നല്ല സപ്പോർട്ട് എനിക്ക് വേണം. നീ എല്ലാ കാര്യത്തിലും എനിക്ക് കൂട്ടു നിൽക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിക്കുള്ളൂ. അപ്പം അയാൾ പറയുന്നുണ്ട്, എന്ത് വേണമെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി, അതുപോലൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അനാമിക ആ ഫ്രണ്ടിനെയും വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഒപ്പിക്കുകയാണ്. നന്ദുവിനെ അനിയെ വേർപിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അയാളെ കൊണ്ട് ഒരു കൊട്ടേഷനൊക്കെ കൊടുപ്പിക്കുകയാണ് കേട്ടോ, നന്ദുവിനെ കൊല്ലാനായിട്ട്. അങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് കുറച്ച് ആളുകളെ വിടുകയാണ് നന്ദുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനാമികയുടെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ ചെല്ലുന്നത്. അവരവിടെ ചെന്ന് നന്ദുവിനെ കൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദുവിൻ്റെ കയ്യിലെ ഇടി മേടിച്ചുകൊണ്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനാമികയും അവളുടെ കാമുകനും കൂടി നന്ദുവിനെ അനിയൻ പിരിക്കാൻ വേണ്ടി ഒരുപാട് പണി ചെയ്യുക. അപ്പോൾ അനാമികയുടെ കാമുകൻ ചോദിക്കുന്നുണ്ട്, എടി നമ്മൾ രണ്ടുമല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്, പിന്നെ നന്ദു അനിയെ ഒന്നിച്ച് ജീവിച്ചാൽ നിനക്കെന്താ കുഴപ്പം? നീ എന്തിനാ അവരുടെ ഇടയ്ക്ക് കയറി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആവശ്യമില്ലാത്ത കൊട്ടേഷനും പരിപാടികളും കൊടുത്ത് നമ്മളെന്തിനാ റിസ്ക് എടുക്കുന്നത്? അപ്പം അനാമിക പറയാണ്, അത് നിനക്കറിയില്ല, അതൊരു റിവെഞ്ചാണ്. അനിയും നന്ദുവും തമ്മിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അതെൻ്റെ ആഗ്രഹമാണ്. അതെന്നും ഞാൻ അതിനായിട്ട് പൊരുതിക്കൊണ്ടേയിരിക്കും. അവരെവിടെ പോയാലും അവരുടെ പുറകെ ഞാനുണ്ടാവൂടാ. അതെൻ്റെ ഒരു വാശി കൂടിയാണ് എന്ന് പറയാണ്. നീ എൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ലേ എന്ന് അനാമിക ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, പിന്നെ നീ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അനാമികയും അയാളും തമ്മിലുള്ള ബന്ധം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ പല സ്ഥലത്തും വച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമിക ഒരു ദിവസം ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളുമായിട്ട്. അങ്ങനെ ചാറ്റ് ചെയ്ത് ഫോട്ടോയും ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ജാനകി വിളിക്കുന്നത് അനാമികയെ. അനാമികയെ ഇങ്ങോട്ടൊന്ന് വന്നേ, ദേ നിനക്ക് ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മേ എനിക്കിപ്പോൾ ജ്യൂസ് വേണ്ട എന്ന് പറയാണ്. അല്ല മോളെ, ദേ എടുത്തു ഓടി വാ എന്ന് പറയുമ്പോൾ പെട്ടെന്നോടെ ഈ ജ്യൂസ് എന്ന് പറഞ്ഞ് ഫോൺ ആ സെറ്റിൽ വച്ചിട്ട് എണീറ്റ് അടുക്കളയിലേക്ക് പോവാണ് അനാമിക. ആ സമയത്ത് തന്നെയാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ദേവയാനി വന്ന് സെറ്റിലിരിക്കുമ്പം അനാമികയുടെ ഫോൺ ഇങ്ങനെ അരികിലായിട്ട് ഇരിക്കുന്ന കാണുക. അപ്പോൾ പെട്ടെന്ന് ദേവയാനി ആ ഫോൺ എടുത്തിട്ട്, ഈ കുട്ടി ഈ ഫോൺ ഇപ്പോൾ താഴെ പോയില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് എടുക്കുമ്പം കാണുന്നത് ഈ ചാറ്റാണ്. പെട്ടെന്ന് നോക്കുമ്പം അനാമികയും മറ്റൊരാളും കൂടെയുള്ള ഒരു ഫോട്ടോയാണ് DP-യിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനി നോക്കുകയാണ്, ഇതാരായിരിക്കും ഇത്? അനാമികയുടെ കൂടെ ഈ നിൽക്കുന്നത് അനാമികയുടെ ഫ്രണ്ടാണോ അതോ കസിനാണോ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ അതിൽ ചാറ്റൊക്കെ കാണുന്നത്. ചാറ്റ് കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് എന്തോ പന്തികേട് തോന്നാണ്. ദേവയാനി വിചാരിക്കുകയാണ് കേട്ടോ, ഇതാരായിരിക്കും, ധാരോടായിരിക്കും അനാമിക ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇതൊക്കെ സത്യം തന്നെ ആയിരിക്കുമോ? അനാമിക ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അനാമിക ഓടി അങ്ങോട്ട് വരികയാണ്. വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഫോണിങ് തന്നെ, ഇതെന്താ വല്യമ്മ എൻ്റെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരുടെ ഫോൺ എടുത്ത് നോക്കുന്നത് മോശമല്ലേ വല്യമ്മേ? അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാണ്, അത് ഞാനിങ്ങനെ നോക്കിയപ്പം ആ DP കണ്ടു. അതാരാ മോളെ അനാമികയെ നിൻ്റെ കൂടെ നിൽക്കുന്നത്? നിൻ്റെ ഫ്രണ്ടാണോ അതോ കസിനാണോ? അപ്പോൾ അനാമിക പറയാണ്, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അതിനിപ്പോൾ എന്താ, എൻ്റെ കൂടെ അയാൾ നിന്നെന്ന് വെച്ച് ഇത് വല്യമ്മ ഇത്ര നോക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങി പെട്ടെന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ ദേവയാനിക്ക് എന്തോ മനസ്സിലൊരു പന്തികേട് തോന്നുകയാണ്. ആരായിരിക്കും അയാളോട് എന്തിനാണ് അനാമിക ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യുന്നത്? അവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഒന്നും അറിയാതെ പറയാൻ പറ്റുകയില്ല. അനിയുടെ ജീവിതം ഇപ്പം തന്നെ നാശത്തിലാണ്. ഇനിയിപ്പം ഇങ്ങനൊരു കാര്യം ഞാൻ വെളിവാക്കി കഴിഞ്ഞാൽ അതും പ്രശ്നത്തിലാവും എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ദേവയാനി മൊത്തത്തിൽ അനാമിയെ ഒന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ഒരു ദിവസം എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അനാമികയുടെ ആ കാമുകൻ അനന്തപുരിയിലെത്തുകയാണ്. അനന്തപുരിയിലെത്തി ബാൽക്കണി വഴി അയാൾ അകത്ത് കടക്കുകയാണ്. അകത്ത് കടന്നു കഴിയുമ്പോഴേക്കും ഒരു ടേബിളിൽ തട്ടി ഇങ്ങനെ വീഴുക. അപ്പോൾ എന്തൊക്കെയോ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ജയൻ ലൈറ്റ് ഇടുകയാണ്. എന്നിട്ട് ജയൻ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്താണോ എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ദേവയാനി പുറകെ വരികയാണ്. എന്താ ചേട്ടാ, എന്തായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് ലൈറ്റെല്ലാം ഇടുകയാണ്. അപ്പോൾ കാണുന്നത്
ഒരാളെയാണ് കേട്ടോ. അയാളെ കാണുമ്പോൾ ജയൻ ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ആദർശും അനിയും എല്ലാവരും, മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും അങ്ങോട്ട് വരികയാണ്. എന്താ ജയ, എന്താ പ്രശ്നം, ഇത് ആരാ ദേവയാനി എന്നൊക്കെ ചോദിക്കുമ്പം ആരാന്നറിയില്ല, കള്ളനാണെന്ന് തോന്നുന്നു, വീട്ടിൽ കയറി കൂടിയതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അനാമികയും വരുന്നുണ്ട് കേട്ടോ. അനാമിക ഇയാളെ കാണുമ്പം ഞെട്ടിപ്പോവാണ്. ഇവനെന്തിനാ ഇപ്പം ഈ പാതിരായ്ക്ക് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ഇതിപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇതിനി ഒരു പ്രശ്നമാവുമല്ലോ എന്നൊക്കെ അനാമിക പറയാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി അയാളെ പിടിച്ച് പോലീസിലേൽപ്പിക്കാൻ പോകുമ്പം അയാൾ പറയുന്നുണ്ട്, എന്നെ പോലീസിലൊന്നും ഏൽപ്പിക്കരുത്, എന്നെ ഇവിടെ ഒരാൾ വിളിച്ചിട്ട് ഞാൻ വന്നതാണെന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ ആദർശ് ചോദിക്കുക, നിന്നെ ആര് വിളിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്? അത് വേറെ ആരുമല്ല, അനാമിക പറഞ്ഞിട്ടാണ് വന്നത്, അനാമികയുടെ ഫ്രണ്ടാണ് ഞാൻ, അനാമിക പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമാണ് എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ ജാനകി ചോദിക്കുക, എന്താ നീ പറയുന്നത്? അനാമിക എൻ്റെ മകൻ്റെ ഭാര്യയാണ്. ആ, നിങ്ങളുടെ മകൻ്റെ ഭാര്യയൊക്കെ ആയിരിക്കും, അതിനു മുമ്പ് തന്നെ എൻ്റെ കാമുകിയായിരുന്നു, വീണ്ടും ഇപ്പോൾ ഞങ്ങളുടെ ബന്ധത്തിൽ തന്നെയാണ് ഉള്ളത്, അവൾ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം അനാമികയുടെ നേരെ ചീറ്റിക്കൊണ്ട് ചെല്ലാണ് ജാനകി. എന്നിട്ട് ചോദിക്കുക, എടി നീ പറഞ്ഞിട്ടാണോ ഇവനിപ്പോൾ ഇവിടെ വന്നത്? ഇവൻ പറയുന്നത് സത്യമാണോ മോളെ? അപ്പോഴേക്കും അനാമിക പ്ലേറ്റ് മറിച്ചിടുക. അനാമിക പറയാ, ഇയാൾ വെറുതെ പറയുന്ന, എനിക്ക് ഇയാളെ അറിയില്ല, നയന പറഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്നത്, ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, നയന എൻ്റെ പേര് പറയാൻ പറഞ്ഞിട്ടായിരിക്കും അയാൾ പറഞ്ഞത് അല്ലേടോ എന്നൊക്കെ പറഞ്ഞ് അയാളെ കണ്ണടച്ച് കാണിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അയാൾ മാറ്റി പറയാണ്, അതെ, നയന പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, അനാമികയുടെ പേര് പറയാൻ അവളാ പറഞ്ഞത് എന്ന് പറയുമ്പം ആദർശ് ചെന്നിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് അവനിട്ട്. എന്നിട്ട് പറയാണ്, എടാ പെരുങ്കള്ള, നീ നുണ പറയുന്നോ? തരത്തിന് നീ മാറ്റി പറയുന്നോ? സത്യം പറയടാ എന്നും പറഞ്ഞ് ആദർശും അനിയും കൂടി നന്നായിട്ട് അയാളെ പെരുമാറുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ സോറി, ഞാൻ അനാമിക പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്, ഇവള് പെരുങ്കള്ളി, ഇവളിപ്പം മാറ്റി പറഞ്ഞതാ, എന്നെ തല്ലുന്ന നീ കണ്ടില്ലേ അനാമിക, എന്നിട്ട് നീ സത്യം എന്താ വിളിച്ച് പറയാത്തെ എന്നൊക്കെ ചോദിക്കുക. പിന്നെ അനാമികയ്ക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോഴേക്കും ജാനകി ചെന്ന് അനാമികയ്ക്കിട്ട് കൊടുക്കുകയാണ്, എടി ഇത്രയും നാൾ നിന്നെ ഞാൻ ഇവരെല്ലാം കുറ്റം പറഞ്ഞിട്ടും എൻ്റെ കൈവേളയിലല്ലേ കൊണ്ട് നടന്നത്, എന്നിട്ടെടി പെരുങ്കള്ളി, നീ ഇങ്ങനെയാണോ ചെയ്തത്? അനിയോട് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി? അനുയും നന്ദുവും തമ്മിൽ അനാവശ്യ ബന്ധമുണ്ടെന്നും പറഞ്ഞ് നീ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ, എന്നിട്ടിപ്പം നിങ്ങളെന്താ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ജാനകി നല്ല അടി കൊടുക്കുക. എന്നിട്ട് അനാമികയെ ഇറക്കി വിടുകയാണ് കേട്ടോ. അനാമിക ആ സമയം തന്നെ അവിടുന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ട് വേണുവിൻ്റെയും രേവതിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അവർക്കൊരു പണി കൊടുക്കും ഞാൻ, അതിനായിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ. പിറ്റേ ദിവസം തന്നെ കുറേ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തി അനാമിക ഒരു പത്രസമ്മേളനമൊക്കെ അങ്ങ് നടത്തുകയാണ്. എന്നിട്ട് പറയാണ്, അനന്തപുരി എന്ന് പറയുന്ന ആ വലിയ വീട്ടിൽ നിന്ന് എനിക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ ഇതൊക്കെയാണ്. ഇന്നലെ അവരെന്നെ തല്ലിച്ചതച്ച് പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഞാൻ സ്ത്രീധനമായിട്ട് കൊണ്ടുവന്ന സ്വർണം മുഴുവൻ അവർ വാങ്ങി വച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അനാമിക ഭയങ്കരമായിട്ട് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇറക്കുകയാണ്. അങ്ങനെ മീഡിയാസിലെല്ലാം ഈ ഇൻ്റർവ്യൂ വൈറലാവുകയാണ്. അങ്ങനെ പോലീസ് ജാനകിയെയും അനിയെ അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ, ഗാർഹിക പീഡനത്തിന്. ഇതെല്ലാം അറിഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിയുമ്പോൾ നയന കേസൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നന്ദു SI ആയിട്ട് വരുന്ന സമയത്ത് ആ കേസെല്ലാം തെളിയിച്ച് അനാമികയ്ക്ക് പണി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അനിയും ജാനകിയും ഒക്കെ പുറത്തിറങ്ങുകയും അനാമികയും വേണുവിനെയും രേവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയും ചെയ്യാണ്. അനന്തപുരിയിൽ നടത്തിയ കള്ളത്തരങ്ങളും അതുപോലെ തന്നെ പാലിൽ വിഷം ചേർത്ത് ആളുകളെ കൊല്ലാൻ ശ്രമിച്ചതിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അനി കേസ് ജയിക്കുകയാണ്. നയനെയാണ് കേട്ടോ ജയിപ്പിക്കുന്നത്. അങ്ങനെ അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുകയും ആ വിവാഹത്തിന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യാണ്. അങ്ങനെ ദേവയാനി തന്നെ പറയുന്നുണ്ട്, അനിയും നന്ദുവും ഇനി ഒരുമിക്കും, അനാമിക ഈ വീട്ടിൽ ഇനി ആവശ്യമില്ല എന്ന് പറയാണ്. ഞാൻ എത്രയൊക്കെ സഹിച്ചിട്ടാണേലും അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ദേവയാനിയും പറയുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്